ഗോത്രത്തിലുള്ളവൻ ജനിച്ചതെവിടെ? മിസ്രൈമിൽ. അവൻ പഠിച്ചത് എന്ത്? വായിച്ചേ, പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം ഒന്നെടുത്ത്. പ്രവൃത്തി 7, ഹല്ലേലൂയ, അതിൻ്റെ 22-ാം വാക്യം. ഇവിടുത്തെ മിസ്രൈമിലെ സകല ജ്ഞാനവും ആര് പഠിച്ചു? മോശ പഠിച്ചു. സകല വിദ്യയും അവൻ എന്ത് ചെയ്തു? അഭ്യസിച്ചു. അവൻ സമർത്ഥനായി മാറി. ഈ വിദ്യയിലും ഈ ജ്ഞാനത്തിലും അവന് വന്ന ആശയങ്ങൾ, അടുത്ത വാക്യം. അവന് ഒരു ആഗ്രഹം വന്നു. എന്താഗ്രഹം? ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരങ്ങളെ ചെന്ന് കാണണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അരുമനാഥനായ കർത്താവ് എന്താ പഠിപ്പിച്ചത്? കർത്താവിനോട് ജനം പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും അപ്പനും നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന്. എന്താ പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയും പിതാവിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവർ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ആകുന്നു. ഇവിടെ മിസ്രൈമിൽ വളർന്ന മോശ പറയുന്ന വാക്ക്, ഇസ്രായേലിലുള്ളവർ മാത്രമാണ് അവൻ്റെ സഹോദരങ്ങൾ. ഒന്നാമത്തെ പരാജയം. 2 വായിച്ചോ. നോക്കണമേ, തൻ്റെ സഹോദരന് വേണ്ടി മറ്റൊരു കുടുംബത്തെ അവൻ എന്ത് ചെയ്യാണ്? അനാഥമാക്കുന്നു. ഏത് മരണവും ഏതോ കുടുംബങ്ങളിൽ നഷ്ടമാണ് വരുത്തുന്നത്. ആ നഷ്ടം ഇവിടെ അവൻ പഠിച്ച ലേവി ഗോത്രത്തിലുള്ളവനാണെങ്കിലും അവൻ പഠിച്ച മിസ്രൈമിലെ ജ്ഞാനം കൊണ്ട് അവൻ നഷ്ടമാക്കുന്നു. എൻ്റെ അടുത്ത് ഇസ്രായേൽ മക്കൾ തമ്മിൽ ഒരു അന്യായം ചെയ്തപ്പോൾ അവ അന്യായം ചെയ്യുന്നവനെ അടിച്ചൊന്നും കൊന്നില്ലല്ലോ. കൊന്നോ? അവരെ ചെന്ന് എന്ത് ചെയ്തു? പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ അവൻ ചെയ്യണ്ടേ? ചെയ്യണ്ടേ? ചെയ്യണം. പക്ഷെ അവൻ ചെയ്തില്ല. ഇതാര്? എൻ്റെ ആള്. മറ്റത് എൻ്റെ ആള് അല്ല. ഇന്ന് സഭയ്ക്കകത്ത് കൂടി കയറി കിടക്കുന്ന ഒരു ഭയങ്കര വിഷയം അതാ. ഈ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവിക ജ്ഞാനമല്ല. എൻ്റെ ആള്, നിന്റെ ആള്, എൻ്റെ ജനം, നിന്റെ ജനം. ഇത് ദൈവിക ജ്ഞാനമേ അല്ല, ദൈവിക ആത്മാവുമല്ല. മനസ്സിലായ? ഇവൻ എന്ത് ചെയ്തു? അപ്പോൾ അവൻ ഒരു മറുപടി പറഞ്ഞത് കേട്ട മോശ പേടിച്ചു പോയി. ഇനി ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. ദൈവം ചെയ്തൊരു വേലയാണ്. ഇവൻ ഈ മണ്ണിൽ ഒന്ന് എന്ത് ചെയ്യണം? പോണം. ചില പ്രതികൂലങ്ങൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്നിടുന്നത് ആ മണ്ണിൽ നിന്ന് നമ്മൾ പോണം. ഇത് മനസ്സിലായോ? ആ മണ്ണിൽ നിന്ന് നമ്മൾ ഊരിപ്പോണം. ഇവൻ ഊരി പെയ്യാൽ മാത്രമേ ദൈവിക പദ്ധതി ഇവന്റെ മേൽ നിവർത്തിക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് എത്ര വിളി വന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മളെ നാട് വിട്ട് നമുക്ക് പോകാൻ, നമ്മുടെ ദേശം വിട്ട് നമുക്ക് പോകാൻ നമുക്ക് മനസ്സില്ല. അവിടെ ചുരുണ്ടുകൂടി അവിടെ തന്നെ എന്ത് ചെയ്യണം? കിടക്കണം. ദൈവം മോശയെക്കുറിച്ചൊരു പദ്ധതി ഇടുകയാണ്. ആ പദ്ധതി നിറവേറണമെങ്കിൽ ഈ ദേശം വിട്ട് മോശ പോണം. ഇവിടത്തെ ജ്ഞാനവും ഇവിടത്തെ അഭ്യാസവും അല്ല മോശയ്ക്ക് വരേണ്ടത്. അവൻ ഓടി അവിടെ മിദ്യാൻ ദേശത്ത് പോയി. അവിടെ ചെന്ന് മിദ്യാനിലെ ഒരു പുരോഹിതന്റെ വീട്ടിൽ
ഇനി അവിടെ നിന്നാണ് ഇവന് ട്രെയിനിങ്. അപ്പൊ അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടിയപ്പോ ഇവ എന്ത് ചെയ്തു? നേരത്തെ കിട്ടിയ ട്രെയിനിങ് വിട്ടു. ഇതാണ് മുന്തിരിവള്ളി പൊതിഞ്ഞതിലുള്ള ലക്ഷ്യം. അപ്പൊ നമ്മളെ കർത്താവ് പറഞ്ഞു, ഒരുവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ആ വിത്ത് എന്ത് ചെയ്തു? വിതച്ചു. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം ഒന്ന് വായിച്ച്. അത് എല്ലാ വിത്തിലും എന്താണ് വിതയ്ക്കാൻ പോയാല്? ഒരു പെട്ടിയില് ഒരുപാട് വിത്തുണ്ട് അല്ലെ? വിതയ്ക്കാൻ പോണ ഒരു വിത്തും കൊണ്ടല്ലല്ലോ പോകുന്നത്. ഒരു പെട്ടിക്കകത്ത് ഒരുപാട് വിത്തുണ്ട്. പക്ഷേ ചെറിയ വിത്ത് എവിടെ വീഴുന്നു? വായിച്ചോ? നല്ല മണ്ണിൽ. അതിന്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ നല്ല മണ്ണിൽ വീഴുന്നു. അതെന്ത് ചെയ്തു? വളർന്ന് വലുതായപ്പോൾ ആ സസ്യം എന്ത് ചെയ്തു? ആകാശത്തിന്റെ കീഴിലുള്ള സകല പറവകൾക്കും വന്നിരിക്കത്തക്ക ഒരു കൊമ്പായി മാറി. അപ്പൊ നേരത്തെ മോശ ഏത് കൊമ്പായിരുന്നു? തൻ്റെ കുടുംബക്കാർക്ക് വസിക്കേണ്ട ഒരു കൊമ്പ്. ഇപ്പൊ മോശ എന്ത് കൊമ്പായി മാറി? മണ്ണിന്റെ വ്യത്യാസം കണ്ട. അപ്പൊ നമ്മൾ പറയുകയാണ്, ഈ മണ്ണിലേ ഞാൻ കിടക്കൂ, ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ വിട്ട് ഞാൻ ഒരിടത്തും മാറുമോ? നമ്മളാകുന്ന കൊമ്പിൽ വന്നിരിക്കുമോ വല്ല സസ്യവും, വല്ല പറവകളും വന്നിരിക്കുമോ? കാര്യം എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ ആളെന്നുള്ള ചിന്തയല്ലേ കിടക്കുന്നത്. മിസ്രൈമിലാണ് പാർക്കുന്നതെങ്കിൽ ആരാണ് തൻ്റെ സഹോദരങ്ങൾ? ഇസ്രായേൽ മക്കളാണ് തൻ്റെ സഹോദരങ്ങൾ. മിസ്രൈമിലുള്ള ആരും എൻ്റെ സഹോദരങ്ങൾ. 40 വർഷം തിന്നതും കുടിച്ചതും എവിടെ? ആ തിന്നതും കുടിച്ചവരൊന്നും എനിക്ക് ഒന്നും അല്ല. എൻ്റെ ആൾ ഇന്നതാണ്. മനസ്സിലായി? ഈ ചിന്ത മോശയുടെ മേൽ കയറിക്കൂടിയപ്പോൾ ദൈവം വിചാരിച്ചു, ഇവനെ ഈ മണ്ണിൽ അന്ന് എന്ത് ചെയ്യണം? മാറ്റണം. മർക്കോസ് 4:20 ആ മണ്ണിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞുതരാം. നല്ല മണ്ണിന്റെ പ്രത്യേകത. നല്ല മണ്ണിലുള്ള പ്രത്യേകത വചനം കേൾക്കും, അത് അംഗീകരിക്കും. ഈ പള്ളിയിൽ വരണമെങ്കിലും ആലയത്തിൽ വരണമെങ്കിലും നല്ല മണ്ണിലല്ലാതെ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അത് വചനം കേൾക്കുകയും ഇല്ല, അത് അംഗീകരിക്കുകയും. ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തൂടെ എന്ത് ചെയ്യും? അങ്ങ് അത് വെട്ടിമുറിക്കാനുള്ള മണ്ണിൽ നട്ടിരിക്കുകയാണ്. വചനം കേൾക്കും, അത് അംഗീകരിക്കും. ഇതാണ് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെടുന്ന വിത്തിന്റെ ഗുണം. അതാണ് നല്ല മണ്ണ്. അംഗീകരിക്കാൻ ഒരു മനസ്സ്. നമ്മളിനി എത്ര കോര പ്രസംഗിച്ചാലും പ്രിയ ദൈവമക്കളെ, അംഗീകരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തി അവരുടെ പഴയ സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് അവരെ കുഴപ്പമല്ല, അവർ ജനിച്ച സ്ഥലത്തിന്റെ കുഴപ്പമാണ്. എത്ര നമ്മൾ പറയട്ടെ, ആ വീട്ടിന്റെ കുഴപ്പമാണ്. അവരംഗീകരിക്കില്ല. നീ ഇന്നതുപോലെ ചെയ്യണം, അംഗീകരിക്കില്ല. കാരണം അത് അവരെ കുഴപ്പമല്ല, അവരുടെ അപ്പനും അമ്മയുടെയും സ്വഭാവത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ കാര്യം. ആ മണ്ണ് അങ്ങനെയുള്ളതാ. ഒന്നിനെ അംഗീകരിക്കാൻ അവർക്ക് എന്തില്ല, കഴിയില്ല. കാരണം അവർ പൊടിച്ച ഇടം മുള്ളിന്റെ ഇടയിൽ കിടക്കുക അവര്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മനസ്സിലായി ഇവനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം?
പറിച്ച് നല്ല മണ്ണിലേക്കിടാം. അത് മിദ്യാനെ പുരോഹിതന്റെ വീട്. അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ച് മോശയോട് ദൈവം സംസാരിക്കുകയാണ്. 3:5 പുറപ്പാട് 3:5. ആദ്യം കൊടുത്തത് വിശുദ്ധിയാ. നീ നിൽക്കുന്ന ഭൂമി എന്താണ്? വിശുദ്ധമാണ്. ചെയ്യേണ്ട കാര്യം കൂടെ പറഞ്ഞു. കാലിലെ ചെരുപ്പ് എന്ത് ചെയ്യണം? അഴിച്ച് മാറ്റണം. എങ്കിലേ എനിക്ക് നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളോട് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ മനസ്സുണ്ട്. പക്ഷേ നമ്മളെ ചിലതെല്ലാം അഴിച്ചു മാറ്റണം. നമ്മളെ സ്വഭാവത്തിലുള്ള ചിലതൊക്കെ എന്ത് ചെയ്യണം? അഴിച്ചു മാറ്റണം. ദൈവം നമ്മളെ ഏൽപ്പിക്കും. അല്ല, നമ്മൾ ചോദിക്കും, കർത്താവേ, ഞാൻ ഇത്രയൊക്കെ ആടെയൊക്കെ ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരുമില്ലല്ലോ. ഇല്ല, നിന്റെ കയ്യിൽ അഴിച്ചു മാറ്റേണ്ട ഇനിയും ഉണ്ട്. അതെന്ത് ചെയ്യണം? നീ അഴിച്ചു മാറ്റണം. ആദ്യം അഴിച്ചു മാറ്റ. അടുത്ത അവൻ വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ ആരുടെ സ്വഭാവങ്ങളാണ് കണക്കിടുന്നത്? അപ്പൂപ്പന്റെ സ്വഭാവം തൊട്ട്. അതാണ് ഞാൻ പറഞ്ഞ, മണ്ണിൽ എന്ത് കിടപ്പുണ്ട്? അപ്പന്റെ സ്വഭാവം കിടപ്പുണ്ട്. ആ സ്വഭാവം ഒന്നും നമ്മളെ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ വരാൻ പറഞ്ഞ ആലയത്തിൽ അവർ അപ്പം താമസിച്ച എല്ലായിടത്തും പോകുള്ളൂ. പണ്ടുള്ളവർ കല്യാണത്തിന് വിളിച്ച ഉണ്ണാൻ വേണ്ടി പോകും, അങ്ങനെ പോകും. ചില വീട്ടിലാണെങ്കിൽ അപ്പം ഉറച്ച് സംസാരിക്കും. ഈ മക്കളും എന്ത് ചെയ്യും? ഉറച്ചു കിടന്ന്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഇവൻ്റെ അപ്പനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആർക്കും കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവരെ അപ്പനില്ല. ജനിച്ച അപ്പന്റെ സ്വഭാവത്തെ, ജനിപ്പിച്ച അപ്പന്റെ സ്വഭാവത്തെയും ജനനം നൽകിയ അമ്മയുടെ സ്വഭാവത്തെയും വിളിച്ചു പറയുന്നതാണ് നമ്മുടെ സ്വഭാവം. പിടികിട്ടിയാ? കീഴടങ്ങാൻ പറഞ്ഞ കീഴടങ്ങൂല. കാര്യം അമ്മ കീഴടങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ മോള് കീഴടങ്ങും. ഇത് മനസ്സിലായില്ലേ? എൻ്റെ ആ പപ്പ താന്നു കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ താഴുള്ളൂ. കാര്യം ആ രക്തമല്ലേ നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഒന്ന് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റണം. അപ്പം കുടുംബം നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കളും കുടുംബം നോക്കും. അപ്പം കാടോടിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മക്കളും കാടോടിയായിട്ട് നടക്കും. മനസ്സിലായ? അഴിച്ചു മാറ്റേണ്ടത് മാറ്റിയാൽ നിന്നെ ഞാൻ മറ്റൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കും. വായിച്ചേ. അപ്പൊ ദൈവം എന്ത് കണ്ടു? 3 കാര്യങ്ങൾ അവിടെ ദൈവം കണ്ടു. ഒന്നുകൂടെ വായിച്ചേ. കഷ്ടത കണ്ടു. കഷ്ടത നേരിട്ട് ദൈവം കണ്ടു. നോക്കണമേ, ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഊഴി വിചാരകന്മാർ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മളെ ഭരിക്കുന്നവർ. അവർ മുഖാന്തരമുള്ള നിലവിളിയും കേട്ടു. ഇത് രണ്ടും കൊണ്ട്, കഷ്ടതയും നിലവിളിയും കൊണ്ട് അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളെ ഞാൻ അറിയുന്നു. ഇത് 3ഉം അവർക്ക് പരിഹരിച്ചു കൊടുക്കണമെങ്കിൽ, മോശെ, നിന്നെ 40 വർഷം ഞാൻ മുന്തിരിവള്ളിയായി ചുറ്റിക്കൊണ്ടേയിരുന്നു. നിന്നെ ഞാൻ മിസ്രൈമിലേക്ക് അയക്കാൻ പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും
ഈ മുന്തിരിവള്ളി ഒന്ന് പടർന്ന് വന്നാൽ, നീ അഴിച്ചു മാറ്റേണ്ടത് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ, നിന്റെ കഷ്ടത ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ നിലവിളി കേട്ടിട്ടുണ്ട്, നിന്റെ സങ്കടം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വിടുതൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറക്കി വരാൻ തൻ്റെ ദൂതനയക്കും. തൻ്റെ ദൂതനയക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വന്നപ്പോൾ മോശ എത്ര പേർക്ക് രക്ഷകനായി മാറി? വായിച്ച പുറപ്പാട് പുസ്തകം 12:37. നേരത്തെ ഒരു സഹോദരൻ മിസ്രൈമിൽ കിടന്ന ജ്ഞാനത്തിൽ എന്ത് ചെയ്തിരുന്ന്? തൻ്റെ സഹോദരങ്ങൾക്ക് മാത്രം. ഇപ്പൊ എത്ര? കുട്ടികൾ ഒഴികെ ആണുങ്ങൾ 6 ലക്ഷം. കണ്ട ഈ കൊമ്പിൽ വന്നിരുന്ന ആകാശത്തിലെ പക്ഷികളെ എണ്ണം കണ്ട? പക്ഷികളുടെ എണ്ണം കണ്ട നിങ്ങള്? ഈ കൊമ്പില് മോശയാകുന്ന കൊമ്പിൽ വന്നിരുന്ന എണ്ണം കണ്ട? 6 ലക്ഷം. അടുത്ത കണ്ട 6 ലക്ഷം മാത്രമാണ്. ഒരു വലിയ സമ്മിശ്ര ജാതിയും. ഇത്രയും ആൾക്കാർ വസിക്കേണ്ട ഒരു കൊമ്പാക്കി ദൈവം മോശയെ എന്ത് ചെയ്തു? മാറ്റിയെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്കിങ്ങനെ മാറാൻ ഒരു മോഹമുണ്ടോ? മാറാൻ മോഹമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഇനി പൗലൂസിനേട് പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത ഹല്ലേലൂയ, സ്തോത്രം. 7-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യത്തിൽ എന്താ പൗലൂസിനെ കാണുന്നത്? ദൈവ പൈതലിനെ കൊല്ലാൻ അവൻ്റെ വസ്ത്രം സാക്ഷികൾ, അവരെ കൊല്ലാൻ പോയവൻ്റെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് ആരായിരുന്നു? ശൗൽ എന്ന വ്യക്തി. എന്തുകൊണ്ട് ശൗൽ അത് ചെയ്തു? ശൗൽ ഇപ്പം താമസിക്കുന്ന തർദോസിലാണ്. തർദോസ് എന്ന പട്ടണം ആരാൽ പിടിക്കപ്പെട്ട പട്ടണമാണ്. ലാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ പഴയ ചരിത്രം വന്ന് ഞാൻ പോകുന്നില്ല, അശൂർ രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു പട്ടണം. ആ പട്ടണത്തിൽ ലാസ്റ്റിൽ വന്നപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി BC 333 എന്ത് ചെയ്തു? തർദോസ് പിടിച്ചെടുത്തു. തർദോസ് പിടിച്ചെടുത്ത് കുറെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ ചെയ്യുന്നു. BC 6 വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ആ ഡേറ്റ് ശരിയാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. BC 6 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആര് പിടിച്ചെടുത്തു? ആഭ്യന്തര യുദ്ധത്തിൽ കൂടെ കൈസർ പിടിച്ചെടുത്തു. അവിടെ ഉള്ളവരെല്ലാം ആരുടെ പക്ഷമാണ്? കൈസറുടെ പക്ഷമാണ്. അപ്പൊ പൗലൂസ് ആരുടെ പക്ഷത്തുള്ളവൻ? കൈസറുടെ പക്ഷത്തുള്ളവൻ. ഇവന് ക്രിസ്തുവിനെ പിടിക്കുവോ? മനസ്സിലായോ? അതാണ് ജനിച്ച മണ്ണിലുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ചിലർ ജനിച്ചത് ആരെ പിടിക്കാത്ത സ്ഥലത്താണ്, വീട്ടിലാണ്. കർത്താവിനെ പിടിക്കാത്ത സ്ഥലത്താണ്, കർത്താവിനെ ഇഷ്ടപ്പെടാത്ത സ്ഥലത്താണ് നമ്മൾ പലരും എന്ത് ചെയ്തിരിക്കുന്നത്? ബൈബിളിൽ ഇഷ്ടമില്ലാത്ത ആളല്ല, ബൈബിളിൽ ഇഷ്ടമുണ്ട്, ബൈബിൾ വായിക്കും, സങ്കീർത്തനം വായിക്കും, അല്ലേ? പക്ഷെ ആരില്ല ഇഷ്ടമില്ല? കർത്താവിൽ ഇഷ്ടമില്ല. കാരണം ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസർ. ഞങ്ങൾക്ക് മറ്റൊരു രാജാവ് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ മതത്തിലുള്ളവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഇവ എന്ത് ചെയ്തിരുന്നോ? 8:3 വീട് വീട് തോറും ചെന്ന് എന്ത് ചെയ്യാണ്? സ്ത്രീകളെയും പുരുഷന്മാരെയും
തടവിലേൽപ്പിക്കുന്ന സ്വഭാവത്തിലിരുന്ന പൗലൂസിനെ ദൈവം എവിടെ കൊണ്ടുവന്നു? അതിന്റെ ദമസ്കോസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പള്ളിയുണ്ട്, അനേക പള്ളിയുണ്ട്. അനേക പള്ളികൾ ഉണ്ട്. ഇനി അവിടുത്തെ മറ്റൊരു പ്രത്യേകത, കർത്താവിന്റെ ശിഷ്യൻ അവിടെ ഉണ്ട്. ആര്? അനന്യാസ്. കർത്താവിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോ ആരാ? കർത്താവിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോ ആരാ? യോഹന്നാൻ 8:31 ആര്? യോഹന്നാൻ എടുക്കാൻ പറഞ്ഞപ്പോ പ്രവൃത്തി കഴിഞ്ഞ് അങ്ങോട്ട് പറിച്ചോണ്ട് പോകണം. കണ്ടാ? ആരാണ്? വാസ്തവമായി വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണ് അനന്യാസ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ആരെ കൊണ്ടുവന്നു? ഇവിടെ കിട്ടിയാ നിങ്ങൾക്ക്? പൗലൂസിന്റെ മുമ്പിൽ ആകുന്ന കൊമ്പിൽ എന്ത് ചെയ്യണം? ഈ മുന്തിരിവള്ളി ചുറ്റണം. അതിന് തർദോസിൽ കിടന്നാ പറ്റൂല. തർദോസിൽ നിന്ന് പൗലൂസിന് ദമസ്കോസിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് ആരുടെ വീട്ടിനടുത്ത് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത്? അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കല് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ട് ഹല്ലേലൂയ സ്തോത്രം, അവിടെ നേർവീതിയിൽ യൂദ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിനകത്ത് പൗലൂസ് എന്ത് ചെയ്തു? താമസിക്കുമ്പോൾ അനന്യാസിനോട് ദൈവം പറയുകയാണ്, ദമസ്കോസിൽ കർത്താവിൻ്റെ ശിഷ്യനുണ്ടായിരുന്നു അനന്യാസ് എന്ന പേര്. അവനോട് കർത്താവ് പറഞ്ഞു, നീ ചെന്ന് നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ തർദോസിലുള്ള ശൗലെന്ന് പറയുന്ന ഒരു മനുഷ്യൻ കിടപ്പുണ്ട്, അവനെ ചെന്ന് എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അപ്പോൾ പൗലൂസ് പറയുകയാണ്, കർത്താവേ ഞാൻ പോവില്ല. കാരണം അവൻ ഹല്ലേലൂയ സ്തോത്രം അനേകരെ എന്ത് ചെയ്തിട്ടുണ്ട്? നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ ശിക്ഷിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അനന്യാസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യില്ല, പോവില്ല. അനന്യാസ്, നീ കൈവച്ചാലേ അവൻ ആത്മപൂർണനാവൂ. നീ കൈവച്ചില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവൻ ആത്മപൂർണനാവില്ല. അപ്പൊ ചിലരുടെ കൈവപ്പ് എല്ലാവരുടെയും കൈവപ്പല്ല. പത്രോസ് ഉണ്ടായിരിക്കാം, യോഹന്നാൻ ഉണ്ടായിരിക്കാം, സ്തോത്രം ചെയ്യുന്നു, യാക്കോബ് ഉണ്ടായിരിക്കാം. ഇവർ ആരും കൈവച്ചാലും പൗലൂസ് എന്ത് ചെയ്യില്ല, ആത്മപൂർണനാവൂല. ആത്മപൂർണനാകണമെങ്കിൽ ആര് തന്നെ കൈവയ്ക്കണം? അനന്യാസ് തന്നെ കൈവയ്ക്കണം. അവൻ കർത്താവിന്റെ ശിഷ്യൻ എന്നാ എഴുതിയിരിക്കുന്നതാ. ഇവിടെ കിട്ടിയാ നിങ്ങൾക്ക്? അനന്യാസ് കൈവച്ചപ്പോൾ ശൗലിന്റെ എന്താണ് വിഴുന്നത്? കണ്ണിൽ. അതെന്തൊരു സാധനം? ചെതമ്പൽ. അതെന്ത് സാധനം? അത് വേറെ ആക്കെങ്കിലും ഉണ്ടാ? അതാണ് അപ്പോസ്തല പ്രവൃത്തിയിലൊന്നുമില്ല. യോവിന്റെ പുസ്തകം 41:15 എടുത്തേ. അത് ചെതമ്പൽ എന്താണ്? അതിന്റെ ഡംബം, അഹങ്കാരം, നീളം. ആക്കുള്ള ഡംബം. അതിന്റെ മുകളിലോട്ട് 2 വാക്യത്തിന് മുകളിലോട്ട് വരിക. അല്ല, ആ മൃഗത്തിന്റെ പേര് മഹാനക്രം. അത് ഒരിക്കലും ആർക്കും വഴിപ്പെട്ട് കൊടുക്കൂല.
അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിടിക്കാനും പറ്റൂല. അപ്പോൾ ശൗലിൻ്റെ പ്രകൃതം മനസ്സിലായ, ആർക്കും പിടിക്കാൻ പറ്റാത്തവൻ, ആർക്കും വഴിപ്പെട്ട് കൊടുക്കാത്തവൻ, ഇവന് ആര് തന്നെ കൈവയ്ക്കണം? ആടിയാടി നിൽക്കണ പത്രോസ് കൈവച്ചിട്ട് കാര്യമില്ല. പത്രോസ് ഇന്നും എന്ത് ചെയ്തിട്ടില്ല? ചൂണ്ടയും ചൂണ്ട ഒരു സൈഡിൽ ഉണ്ട്. ചിലരൊക്കെ പറയും ഞങ്ങൾ ജോലി വിട്ട് സഭാ ചാർജ് മാത്രം. പക്ഷെ അല്പ ദാരിദ്ര്യം വരുമ്പോൾ എങ്ങോട്ട് പോകും? ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ ഇവൻ കൈവച്ചെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ആത്മപൂർണനാവും? അത് കണ്ട് കർത്താവ് പറഞ്ഞ് അവനെ വിടണ്ട, അവനെ വിടണ്ട. പത്രോസ് പറയണത് എന്തു ആരനുസരിക്കുള്ളൂ? യോഹന്നാൻ. അവന് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇല്ല. അവനെയും വിടണ്ട. മനസ്സിലായ? അപ്പം ഓരോരുത്തരുടെ ക്വാളിറ്റി നോക്കിയപ്പം വിടാൻ യോഗ്യത ആർക്കേ ഉള്ളൂ? അനന്യാസിനെ ഉള്ളൂ. അനന്യാസ് കൈവച്ചാലേ ഇവന്റെ ഡംബം, ഇവന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരും. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ നമ്മളെ പുറത്തൊക്കെ ഒരുപാട് പേര് കൈവച്ചിട്ടുണ്ട്. പക്ഷെ ഈ വെച്ചതൊക്കെ എന്താണ്? അബദ്ധമായി പോയെന്ന് നമുക്ക് ചിലപ്പം തോന്നും. നീ വന്ന വഴിയിൽ പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ്. യേശു കർത്താവിന് 3 പേരുകളുണ്ട്. ഇനി വരുമ്പോഴാണ് കർത്താതി കർത്താവ്, രാജാതി രാജാവ്. പിന്നെ ഉള്ള പേര്, ജനിച്ചപ്പോഴുള്ള പേര് യേശു. തുടർന്ന് അഭിഷിക്തം കിട്ടിയപ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ മശിഹ. മനസ്സിലായ? ഇമ്മാനുവേൽ എന്നുള്ള പേര് നമ്മളെ കൂടെ ഉള്ളത്, അതൊരു പേരല്ല, നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് എന്ന വാക്ക്. ഇനി വരുമ്പോൾ കർത്താതി കർത്താവ്. കർത്താതി കർത്താവിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മളെ ശരീരം വീണ്ടെടുക്കുന്നു. 1. 2, പാപം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും പാപം ചെയ്യാൻ സാഹചര്യമില്ലാത്തൊരു ശരീരം, തേജസ്വീകരിക്കപ്പെട്ട ശരീരം തരുന്നത് അവനാണ് കർത്താവ്. ഇപ്പോഴതങ്ങനെയല്ല. പാപം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പാപം ചെയ്യാനുള്ള അവസരം തരുന്നു. പക്ഷെ വീണ്ടെടുപ്പിൽ അങ്ങനെയല്ല. കാരണം നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എന്തില്ല? പാപത്തിൻ്റെ പ്രവൃത്തിയില്ല. 3 കാരണങ്ങൾ. നടന്നത് നീതീകരണം, നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധീകരണം, നടക്കാൻ പോണത് തേജസ്വീകരണം. അത് കർത്താതി കർത്താവിനെ നടക്കുള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കണം. ഇവിടെ തേജസ്വീകരിക്കാനല്ല കൈവച്ചത്. കൈവച്ചത് നിനക്ക് നല്ല കാഴ്ചപ്പാട് ലഭിക്കാനും പരിശുദ്ധാത്മ പൂർണ്ണനാകാനും. ആ പരിശുദ്ധാത്മ പൂർണ്ണനായ പൗലൂസ് അല്യോസ്തോത്രം 20-ാം അധ്യായയുടെ പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായയുടെ 20 അതിന്റെ 19-20 വാര്. 19-20 വാര്. വീട് തോറും എന്ത് ചെയ്ത്? നേരത്തെ 8:3 ഉപദ്രവിച്ചു. ഇപ്പോ വീട് തോറും കയറി എന്ത് ചെയ്യുന്നുണ്ട്? കണ്ട മാറ്റം? കണ്ട? തർദോസിലുണ്ടായിരുന്നപ്പോ സ്വഭാവമാണോ ദമസ്കോസ്കിൽ നിന്ന് കിട്ടിയതാ? ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ കൊമ്പ് നമ്മളെ ചുറ്റിയാൽ, ഈ കൊമ്പിൽ മുന്തിരിവള്ളി ചുറ്റിയാൽ നിന്റെ മൊത്തത്തിൽ മാറും. ഇതാണ് ഈ മുന്തിരിവള്ളിയുടെ പ്രത്യേകത. അവൻ ചോദിച്ചില്ലേ ഈ മുന്തിരിവള്ളിക്ക് എന്താണ് പ്രത്യേകത എന്ന്?
എടാ തകർന്നു കിടക്കുന്നില്ലേ? നീ പറഞ്ഞില്ലേ ഇവൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്നാ. ഈ മുന്തിരിവള്ളി ഇതാ തകർന്നു കിടക്കുന്നില്ലേ? ഇതാ കാൽവരിയിൽ ഉറക്ക നിലവിളിക്കുന്ന മുന്തിരിവള്ളി നിനക്കെന്ത് ചെയ്യും? ഉറക്കെ മാർക്കോസ് ലൂക്കോസ് അല്ല മത്തായി മാർക്കോസ് ലൂക്കോസിൽ പറഞ്ഞു ഉറക്കെ. എന്നാൽ യോഹന്നാനിൽ പറഞ്ഞു ഉറക്കെ അല്ല വിളിച്ചതാ, നിവർത്തിയായി. വ്യത്യാസം. നിവർത്തിയായി. എന്ത് നിവർത്തിയായി? പഴയ നിയമത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് 300 പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങൾ അത്രയും ഞാൻ നിവർത്തിയാക്കി. ആ നിവർത്തിയാക്കിയത് എടാ ഈ ലോകത്തിൽ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ള വ്യക്തി ഈ മുന്തിരിവള്ളിയേ ഉള്ളൂ. ഈ മുന്തിരിവള്ളിക്ക് അതിന് കഴിയൂ. ആ മുന്തിരിവള്ളി നിന്നെ ചുറ്റിയാൽ, എന്നെ ചുറ്റിയാൽ, ഒന്ന് നമ്മൾ എന്തായി മാറും? കൊമ്പായി മാറും. 2 ശിഷ്യരായി മാറും. അല്ലെ? അല്ല 3 വളരെ ഫലം കായ്ക്കുന്നവരായി മാറും. 4 തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറും. 5 ആക്കി വയ്ക്കപ്പെട്ടവരായി മാറും. 6 സാക്ഷ്യം പറയുന്നവരായി മാറും. 7 ലോകം നമ്മെ പകയ്ക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മളാകും. ഇതാണ് ഈ മുന്തിരിവള്ളിയുടെ പ്രത്യേകത. അതുകൊണ്ട യോഹന്നാൻ പത്രോസ് പറഞ്ഞത്, ദൈവനാമത്തിൽ അപമാനത്തിന് യോഗ്യതയുള്ളവരായി ഞങ്ങളെ എണ്ണി എന്ന് പറഞ്ഞ്. പത്രോസ് ദുഃഖത്തോടെ പെയ്യെന്നല്ല, സന്തോഷത്തോടെ പോയി. അല്ല ഓരോ വാക്യങ്ങളും ഞാൻ പറഞ്ഞ ഓരോ 7 കാര്യങ്ങളെയും 7 മെസ്സേജാ. 7 മെസ്സേജാ. എന്നെ എന്തിനു തിരഞ്ഞെടുത്തു? നീ എങ്ങനെ വളരെ ഫലം കായ്ക്കും? നിന്നെ എന്തിനാക്കി വെച്ചു? നിന്റെ സാക്ഷ്യം എന്ത്? നിന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? 7 മെസ്സേജ്. അത് പഠിച്ചിട്ട് പറ, ഈ മുന്തിരിവള്ളി എന്നെ ചുറ്റിയിരിക്കുന്നു. അതുകൊണ്ട് എത്ര തകർന്നാലും എത്ര തച്ചുടച്ചാലും ഞാൻ ഈ മുന്തിരിവള്ളിയിൽ ഒരുപാട് വിശേഷതകൾ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ വിശേഷത നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പൗലോസ് കണ്ട ഈ വിശേഷത, മോശ കണ്ട ഈ വിശേഷത ഈ മുന്തിരിവള്ളിയിൽ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ? പൗലൂസ് ഈ വിശേഷത കണ്ടപ്പോൾ പൗലൂസ് പറയുന്നു, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, പരീക്ഷൻ, ഞാൻ എല്ലാം ഛേദമെന്നെണ്ണി. ചിലര് പ്രസംഗിക്കാറുണ്ട് ചപ്പും, അങ്ങനെ ഒരു വാക്കില്ലേ, അത് ചുമ്മാ ആവശ്യമില്ലാത്ത വാക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സകലതും ഛേദമെന്നെണ്ണി. ആ ഛേദമെന്ന് എണ്ണിയപ്പോൾ പൗലൂസ് പറയുകയാണ്, ഒരു അത്യന്ത ശക്തി എൻ്റെ മേൽ. സകലവും ഛേദമെന്ന് എണ്ണിയപ്പോൾ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7 തൊട്ട് ചെറിയ വാക്യങ്ങളൂടെ വായിച്ച് നമുക്ക് നിർത്താം. ഒരു പാട്ടുപാടി ആരാധിക്കുകയും ചെയ്യാം. എങ്കിലും ഈ അത്യന്ത ശക്തി, ഞാൻ പഠിച്ച ഡെവലപ്മെന്റ് കിട്ടാത്ത ഒരു ശക്തി, എൻ്റെ പിതാവ് എനിക്ക് നേടിത്തന്ന റോമൻ പൗരൻ എന്ന ആ പേരിനില്ലാത്തൊരു ശക്തി, ഒരു എബ്രായൻ എന്നുള്ള ആ പദവിയില്ലാത്ത ഒരു ശക്തി, എൻ്റെ പിതാവ് എനിക്ക് നേടിത്തന്ന സകല പണങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തി ഈ മുന്തിരിവള്ളിക്ക് എനിക്ക് തരാൻ കഴിഞ്ഞു. ഈ മുന്തിരിവള്ളിക്ക് നീ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് ഒരു ആണി എടുക്കാൻ ഈ മുന്തിരിവള്ളിക്ക് കഴിയില്ല എന്ന്.
പക്ഷെ ഈ മുന്തിരിവള്ളിക്ക് ഇതിനെല്ലാം കഴിയാത്ത ഒരു അത്യന്ത ശക്തി എനിക്ക് തരാൻ കഴിഞ്ഞു. അടുത്ത വാക്യം. ഇത് ഈ അത്യന്ത ശക്തിയെ എൻ്റെ സ്വന്തമല്ല, എനിക്കിത് നേടാനും കഴിയില്ല. എനിക്ക് പണം കൊടുത്ത് നേടാനും കഴിയില്ല, എൻ്റെ പദവി കൊടുത്ത് നേടാൻ കഴിയില്ല, എൻ്റെ വിദ്യാഭ്യാസം കൊടുത്ത് നേടാൻ കഴിയില്ല. കാരണം ഇതെനിക്ക് സ്വന്തമല്ല. ഈ അത്യന്ത ശക്തി ഇതൊരു ഫ്രീയാ. ഈ മുന്തിരിവള്ളി പൊതിഞ്ഞാൽ ഇത് ഫ്രീയാ. ഇത് പൊതിയണം, ഇത് ദാനമാ. അടുത്ത്, ഈ നിക്ഷേപം എത്ര വെച്ചിരിക്കുന്നു? മൺപാത്രത്തിൽ. ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ വീഴുന്ന എന്ത് ചെയ്തു? ഉടഞ്ഞു പോകും. കാരണം ഇത് സ്റ്റീൽ പാത്രത്തിലല്ല വെച്ചത്, ശകലം ഞണങ്ങി എന്ന് പറയായി. ഒരു ചെറിയ തെറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഈ ശക്തി കാണൂല. നിങ്ങളറിയാം, കുറ്റം പറയുന്നത്, നന്മ ചെയ്യുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യാത്തവൻ, ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാത്തവൻ, ഒരു കൂട്ടായ്മയിൽ ഹാല്യാസ്തോത്രം സഹകരിക്കാത്തവന്റെ ജീവിതത്തിനകത്ത് ഈ ശക്തി കാണില്ല. പൗലൂസ് വിടേണ്ടതൊക്കെ വിട്ടു കഴിഞ്ഞപ്പോൾ പൗലൂസിന് കിട്ടിയതാ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നിനക്ക് കിട്ടണമെങ്കിൽ ഈ മുന്തിരിവള്ളി പൊതിയണം. നീയാകുന്ന കൊമ്പിൽ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളി പൊതിയണം. പൊതിഞ്ഞാൽ അത്യന്ത ശക്തി കിട്ടും, പരിശുദ്ധ പൂർണ്ണനാകും, അല്ല പുതിയ കാഴ്ചപ്പാടിലേക്ക് പോകും. ഒരിക്കലും നിരാശപ്പെട്ടു പോകാത്ത ജീവിതം നയിക്കാൻ നിനക്ക് കഴിയും. അതിനായി